നല്ല രുചിയുള്ളൊരു ഹൽവൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കോൺഫ്ലവർ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കോൺഫ്ലവർ ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് ശർക്കര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ നെയ്യ് കേക്ക് ടിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലും കോർണറിലും ഒക്കെ നെയ്യ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. എള്ളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇതുപോലെ വെച്ച് കൊടുത്തതാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കേക്ക് ടിൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച് കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കുത്തി പോവും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ തുടങ്ങാം. ഇപ്പോൾ അത് കുറച്ച് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് തിക്കാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതിങ്ങനെ തിക്കായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിക്കായി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നെയ്യ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നിൽക്കുന്ന വിട്ട് വരുന്നവരെ വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെള്ള പംകിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വെള്ള എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൽവൻ്റെ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇത് നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് നെയ്യ് തടവി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ല ഈക്വലായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൽവൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അധിക സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി വീട്ടിലേക്ക് ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹൽവ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഹൽവനെക്കാട്ടും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ശർക്കര വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.